കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് താൽക്കാലിക ശമനം. പസഫിക് സമുദ്രത്തിലെ ബവി ചുഴലിക്കാറ്റിൻ്റെ സ്വാധീന ഫലമായാണ് മഴ കുറയാൻ കാരണം. ഇന്ന് വൈകിട്ടോടെ ബവി ചുഴലിക്കാറ്റ് ചൈനയിൽ വീശിയടിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. കർണാടക തീരത്ത് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യത. മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന മധ്യകിഴക്കൻ അറബിക്കടൽ, വടക്കൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, സൊമാലിയ, ഒമാൻ തീരങ്ങൾ, കന്യാകുമാരി പ്രദേശം, തെക്കൻ തമിഴ്നാട് തീരം, ഗൾഫ് മാന്നാർ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കാലവർഷം ശക്തമായതോടെ സംസ്ഥാനത്തെ കടലാക്രമണം രൂക്ഷമാകുന്നു. എറണാകുളം വൈപ്പിൻ തീരത്തുണ്ടായ ശക്തമായ തിരമാലയിൽപ്പെട്ട് വഞ്ചി മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് 15 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മരിച്ചു. വിയറ്റ്നാമിലെ ഫുക്കോക്ക് ദ്വീപിന് സമീപമാണ് അപകടമുണ്ടായത്. ശക്തമായ കാറ്റ് വീശിയതാണ് അപകടത്തിന് കാരണം. സംഭവത്തിന്റെ കൃത്യമായ വിവരങ്ങൾ പരിശോധിച്ചു വരുന്നു.